മുനമ്പം ഭൂമി തർക്കത്തിൽ സമവായ നീക്കവുമായി സർക്കാർ വിവാദ ഭൂമിയിൽ സർവേ നടത്താൻ ആലോചന. നാളത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, സർക്കാരിന്റെ ഇടപെടൽ വൈകുന്നുവെന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഒരു സമവായ നീക്കം എന്നുള്ള വാർത്ത കൂടി പുറത്തുവരുന്നത്. ഏത് തരത്തിലായിരിക്കും ഈ നീക്കം? കൂടുതൽ വിവരങ്ങൾ. വർഷങ്ങളായി തുടരുന്ന മുനമ്പം ഭൂമി തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ തീരുമാനമെടുത്താൽ അത് ഏത് രീതിയിലേക്ക് പോകുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു ഉന്നതതല യോഗം വിളിച്ചത്. നാളെ യോഗം ചേരാനേക്ക് സർക്കാരിന്റെ പരിഗണനയിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ വഖഫ് ബോർഡ് അടക്കം ആവശ്യപ്പെട്ട വിഷയം ഭൂമിയുടെ സർവ്വെ നടത്തുക എന്നുള്ളതായിരുന്നു. ആരൊക്കെയാണ് ആ ഭൂമിയിൽ താമസിക്കുന്നത്, ആർക്കൊക്കെയാണ് അതിൽ കൈവശാവകാശം ഉള്ളതടക്കമുള്ള കാര്യങ്ങൾ അത് കൃത്യമായി അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ സർവേ എന്നുള്ള കാര്യത്തിലേക്ക് ഇപ്പോൾ സർക്കാർ ആലോചിക്കുകയാണ്. റവന്യൂ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു യോഗം, ഒരു പ്രാഥമിക യോഗം ചേർന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ഈ ഫറൂഖ് കോളേജ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്പീൽ നൽകിയിരുന്നു. മാത്രമല്ല അതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാർ കൂടി ആ ട്രൈബ്യൂണലിലെ കേസിൽ കക്ഷി ചേരുന്നത് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്ന പോലെ വഖഫ് ഭൂമിയല്ല എന്ന തരത്തിലേക്ക് തരപ്പെടുത്താൻ സർക്കാരിനെ കൊണ്ട് കഴിയും എന്നുള്ളൊരു ആലോചന കൂടിയുണ്ട്. അങ്ങനെ ആ കേസിൽ കക്ഷി ചേരുന്നതും സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നാളെ ചേരുന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമവായ ഫോർമുല, അത് വലിയ തരത്തിൽ ഒരു പക്ഷേ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഈ നിലവിൽ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ഒരാൾക്കും ഭൂമി നഷ്ടപ്പെടാത്ത സാഹചര്യത്തെ അവരെ സംരക്ഷിച്ചുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ള ഉറപ്പ് കൂടി നാളത്തെ ഉന്നതതല യോഗത്തിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രി നൽകിയേക്കും. പ്രവിത. ശ്രീ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് സർക്കാർ സമവായത്തിലേക്ക് കടക്കുന്നു. നാളെ ചേരുന്ന യോഗത്തിലാകും അന്തിമ തീരുമാനമുണ്ടാവുക എന്നും ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നു.